പരിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് ഓരോ നോമ്പ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ പരിശുദ്ധ റമദാനിൻ്റെ ഓരോ മണിക്കൂറുകളും ഓരോ നിമിഷങ്ങളും കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തുകയും നാഥനിലേക്ക് എടുക്കാൻ എന്തിനാണോ റബ്ബ് നോമ്പ് നിർബന്ധമാക്കിയത്, പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മൾ തഖ്വയുള്ളവരാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളതാണ്. ആ ലക്ഷ്യം കൈവരിക്കുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. അതിനാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, പരിശുദ്ധ റമദാനിൻ്റെ ഏകദേശം പകുതിയിലേക്ക് നമ്മൾ എത്തി നിൽക്കണം. അതിൻ്റെ ഏകദേശം പകുതിയോളം നോമ്പുകൾ നമ്മൾ ഇന്ന് കഴിഞ്ഞു പോയിരിക്കുകയാണ്. നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ റമദാനിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിൻ്റെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യൗമുൽ ഫുർഖാൻ അഥവാ ബദർ എന്ന് പറയുന്നത്. ബദർ എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ബദറിൽ നിന്ന് കൃത്യമായി പഠിക്കാനും പാഠം ഉൾക്കൊള്ളുവാനും അതിൻ്റെ ആ ആശയത്തെ, എന്തിനു വേണ്ടിയാണോ ബദർ നടന്നത്, ആ ആശയത്തെ പഠിക്കാനും മരണം വരെ ആ ആദർശത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ജീവിക്കുവാനും ഒരു വിശ്വാസി എന്നുള്ള നിലക്ക്, ഒരു വിശ്വാസിനി എന്നുള്ള നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇസ്ലാമിന് ഏറെ നന്മയുണ്ടാക്കിയ, ഇസ്ലാമിനേറെ വളർച്ചയുണ്ടാക്കിയ അടിത്തറ പാകിയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ മാനസികമായ കരുത്തും അതുപോലെ തന്നെ അവരുടെ ആത്മവിശ്വാസവും എല്ലാം വർദ്ധിപ്പിച്ച ചരിത്രമാണ് ബദർ എന്ന് പറയുന്നത്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പഠിപ്പിക്കാനല്ല പലരും ബദറിന്റെ ചരിത്രം ഇന്ന് സഹോദരങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബദർ എന്തിനു വേണ്ടിയാണോ നടന്നത്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമത്ത് തൗഹീദിനെ നിലനിർത്താൻ ഏകനായ ഇലാഹിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കുവാൻ പാടുകയുള്ളൂ എന്നും നിങ്ങളുടെ എല്ലാ സഹായ ചേട്ടങ്ങളാണെങ്കിലും എല്ലാ നേർച്ച വഴിപാടുകളാണെങ്കിലും എല്ലാം നിങ്ങൾ അർപ്പിക്കേണ്ടത് ആ നാഥനിലേക്ക് മാത്രമാണ് എന്നും പരിശുദ്ധ ഖുർആനിന്റെ ഒന്നാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയിൽ ചുരുങ്ങിയത് 17 തവണ ഓരോ ദിവസവും നമ്മൾ നെഞ്ചത്ത് കൈവച്ച് റബ്ബിന് നൽകുന്ന പ്രതിജ്ഞയുണ്ടല്ലോ, അത് പുലർത്തുവാൻ വേണ്ടിയാണ് ബദർ എന്ന യുദ്ധം നടക്കുന്നത്. ബദറിന്റെ സന്ദേശം എന്ന് പറയുന്നതും അത് തന്നെയാണ്. അതാ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ, നിന്നോട് സംസാരിക്കാൻ, നിന്നോട് സഹായം തേടാൻ, നിന്നോട് ഞങ്ങളുടെ വേവലാതികൾ അർപ്പിക്കാൻ ഞങ്ങൾക്ക് ഇടയാളന്മാരുടെ ആവശ്യമില്ല. ഞങ്ങൾ നേരിട്ട് എന്ത് പറഞ്ഞാലും പരിശുദ്ധ ഖുർആനിലൂടെ നീ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതുപോലെ അതാ നീ ചോദിക്കുന്നവർക്ക് ഉത്തരം നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന നാഥന്റെ പ്രഖ്യാപനമുണ്ടല്ലോ. ആ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ അത് പുലർത്തുവാൻ വേണ്ടിയാണ് ബദർ നടക്കുന്നത്. നമ്മൾ കൃത്യമായി അറിയേണ്ടതുണ്ട്, എന്താണ് ബദർ, എന്തിനായിരുന്നു ബദർ, ബദറിന്റെ സന്ദേശം എന്താണ് എന്ന് ഓരോ വിശ്വാസിയും കൃത്യമായി അറിയുകയും നമ്മുടെ സഹോദരങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ബദർ എന്ന് പറയുന്നതിനെ പല രൂപത്തിലാണ് ആളുകൾ പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിനെ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല ബദറിന്റെ സന്ദേശം പലപ്പോഴും പറയുന്നത്. പല രൂപത്തിൽ അതിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പല രൂപത്തിൽ ബദറിനെ അവരുടെ ആവശ്യങ്ങൾ എന്താണോ ആ ആവശ്യങ്ങൾക്ക് വേണ്ടി ബദറിന്റെ സന്ദേശത്തെ പടച്ചിറക്കുന്ന ഒരുപാട് ആളുകളെ, ഒരുപാട് വിഭാഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാ. തീവ്രവാദത്തിന് വേണ്ടി ബദറിനെ കൂട്ടുപിടിക്കുന്നവർ, അതുപോലെ തന്നെ സാധാരണക്കാരന്റെ വിശ്വാസത്തിലേക്ക് ഒളിച്ചും മറച്ചും ബദറിന്റെ മറവിൽ ശിർക്കിനെ കടത്തിക്കൂട്ടാൻ പരിശ്രമിക്കുന്നവർ ഈ രൂപത്തിൽ ബദറിന്റെ സന്ദേശത്തെ തെറ്റായ രൂപത്തിൽ ആളുകളിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ ബദറിനെ കുറിച്ച് നമ്മൾ പഠിക്കണം, ആഴത്തിൽ മനസ്സിലാക്കണം, സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്, കടമയാണ്. എന്താണ് ബദറിന്റെ സന്ദേശം എന്ന് പറയുന്നത്? ബദർ ഒരിക്കലും ഒരു സമൂഹത്തെ അടിച്ചമർത്താൻ വേണ്ടിയായിരുന്നില്ല, ആരുടെയും സമ്പത്തിനെ കൊള്ളയടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നില്ല ബദർ നടന്നത്. ഒരിക്കലും അധികാരത്തിന്റെ യാതൊരു വടംവലിയും ബദറിന്റെ ചരിത്രത്തിൽ യഥാർത്ഥമായി അതിനെ വായിക്കുമ്പോൾ, അതിന്റെ സോഴ്സിൽ നിന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ബദറിന്റെ ചരിത്രത്തിൽ ഒരു അധികാര വടംവലിയും നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു അതിർത്തി തർക്കങ്ങളും നമുക്ക് ബദറിന്റെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാ. എന്തിനാണ് ബദർ നടന്നത്? അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് റബ്ബിന്റെ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കാത്ത ഘട്ടം വന്നപ്പോ ആ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രതിരോധമായിരുന്നു യഥാർത്ഥത്തിൽ ബദർ എന്ന് പറയുന്നത്. നമ്മൾ ആലോചിച്ചു നോക്ക്, റബ്ബിന്റെ ഭൂമിയിൽ ആ റബ്ബിനെ മനസ്സമാധാനത്തോടു കൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ, ആ റബ്ബിനോട് മാത്രം തന്റെ വേവലാതികൾ പറയാൻ കഴിയാത്ത ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് പ്രതിരോധം തീർക്കേണ്ടി വരും. നമുക്ക് അതിനെ കൃത്യമായ രൂപത്തിൽ പ്രതിരോധം തീർക്കേണ്ടി വരും. ആ പ്രതിരോധമാണ് അവിടെ കൃത്യമായി ബദറിന്റെ മണ്ണിൽ നടക്കപ്പെടുന്നത്.
നമ്മൾ കൃത്യമായി ആദ്യം പഠിക്കേണ്ടത് അറബികളുടെ ചരിത്രമാണ്. ആരാണ് അറബികൾ? എന്തായിരുന്നു അറബികൾ? ആ അറബികളുടെ കാലഘട്ടത്തെക്കുറിച്ച്, ആ സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായി നമ്മൾ പഠിക്കണം. ജാഹിലിയത്ത് കാലഘട്ടമെന്ന് പേര് വിശേഷിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടം. എന്താണ് ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ? അജ്ഞതയുടെ, അന്ധതയുടെ ഇരുണ്ട കാലഘട്ടമാണ്. അജ്ഞതകൾ നിറഞ്ഞ, ഒരുപാട് തെമ്മാടിച്ചരങ്ങൾ നിറഞ്ഞ, ഒരുപാട് വഴികേടുകളിലൂടെ മുന്നോട്ട് പോയ ഒരു വല്ലാത്ത സമൂഹം. ആ സമൂഹത്തെയാണ് പരിശുദ്ധ മാറ്റിയെടുക്കുന്നത്. ആ സമൂഹത്തെയാണ് ഇസ്ലാം മാറ്റിയെടുക്കുന്നത്. അറബികളുടെ ചരിത്രം പഠിക്കുമ്പോൾ സംസ്കാര ശൂന്യരായിരുന്നു എന്നുള്ളതാ. അവർക്കിടയിൽ അൽ അമീൻ എന്ന, അവർക്കെല്ലാവർക്കും വിശ്വസ്തനായ, തൻ്റെ സ്വത്തായാലും എന്താണെങ്കിലും കൃത്യമായി ഏൽപ്പിക്കാൻ കഴിയുന്ന സത്യസന്ധനെന്ന് അവർ സാക്ഷ്യപ്പെടുത്തിയ ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സിൽ നുബുവത്ത് ലഭിക്കുമ്പോൾ ആ നുബുവത്തുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിലേക്ക് വരുന്നുണ്ട്. എന്താണ് ആ സമൂഹത്തോട് പറയുന്നത്? നിങ്ങൾ ആരാധിക്കുന്ന ഇലാത്തയെയും ഇഹുസയെയും ഇമനാത്തിയെയും എല്ലാം നിങ്ങൾ ആരാധിക്കേണ്ടത്. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് വേണ്ടി എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി നൽകിയ ഏകനായ ഇലാഹുണ്ടല്ലോ, ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ആ റബ്ബിനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്. ഈ സത്യസന്ദേശത്തെ, ഈ മുന്നറിയിപ്പിനെ ധിക്കരിക്കുന്നവർക്ക് നരകമുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് നൽകാൻ, ഈ തൗഹീദിന്റെ സന്ദേശത്തെ നിങ്ങളിലേക്ക് പകർന്നു നൽകാൻ നാഥൻ നിയോഗിച്ച ദൂതനാണ് ഞാനെന്ന പ്രഖ്യാപനത്തെ ആ സമൂഹത്തോട് പറയാനാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് കടന്നു ചെന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അവരോട് പറഞ്ഞപ്പോൾ എന്താണ് ഉണ്ടായത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയവരാണ് നമ്മൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ആട്ടിയകറ്റാൻ, അവർക്കിടയിൽ എന്ത് പ്രശ്നമുണ്ടാകുമ്പോഴും അതിനെ പരിഹരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്യമുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കാൻ അവർ തയ്യാറായിരുന്നു എന്നുള്ളതാ. ഹജർ അസ്വദുമായി ബന്ധപ്പെട്ട ചരിത്രം പഠിച്ചവരാണ് നമ്മൾ. അവിടെ പ്രവാചകൻ എന്ത് തീർപ്പ് പറയുന്നോ ആ തീർപ്പിന് യാതൊരു സംശയവുമില്ലാതെ, യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ ഏറ്റുവാങ്ങാൻ തയ്യാറായ ഒരു സമൂഹം. ഏകനായ ഇലാഹിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആട്ടിയോടിക്കാൻ ഇസ്ലാം സ്വീകരിച്ച പ്രവാചകന്റെ അനുയായികളെ ക്രൂരമായി, നിഷ്ഠൂരമായി അവർ പീഡിപ്പിക്കുകയാണ്. ആ ചരിത്രങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് കാണാൻ കഴിയും. ആരായിരുന്നു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു? കറുകറുത്ത ഒരു വംശജനായ മനുഷ്യൻ, ആളുകളെല്ലാം വെറുക്കപ്പെട്ട് കണ്ടിരുന്ന ഒരു മനുഷ്യൻ, അടിമയായ ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ അതിനിഷ്ഠൂരമായി അദ്ദേഹത്തെ പീഡിപ്പിക്കുന്ന ചരിത്രം നമ്മളൊക്കെ കേട്ടവരാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പടുത്ത മരുഭൂമിയുടെ മണ്ണിൽ അതിൻ്റെ ആ മാറിൽ മലർത്തിക്കിടത്തി, നഗ്നനാക്കി കിടത്തി, ശരീരത്തിലേക്ക് ഭാരമേറിയ കല്ലുകൾ അടിച്ചു വെക്കുമ്പോഴും എത്രമാത്രം ക്രൂരമായാണ് അദ്ദേഹത്തെ പീഡിപ്പിച്ചത് എന്ന് ആ ചരിത്രം വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അന്ന് സ്വഹാബികൾ അനുഭവിച്ച കഷ്ടപ്പാടുകളും യാതനകളും ഈ തൗഹീദിന് വേണ്ടി എത്രമാത്രം വലുതായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ യജമാനയായിരുന്ന ഉമയ്യ നടത്തുന്ന ചില ക്രൂരമായ പീഡനങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കയറിട്ട് കൊണ്ട് അവിടുത്തെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടമായി ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ അവർ നൽകാൻ. നമ്മൾ ആലോചിച്ചു നോക്ക്, അത്രമാത്രം ക്രൂരമായി അദ്ദേഹത്തെ മർദ്ദിക്കാൻ. ആ ചരിത്രം ഇങ്ങനെ വായിക്കുമ്പോൾ എത്ര നിഷ്ഠൂരമായിരുന്നു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ അവർ മർദ്ദിച്ചുകൊണ്ട് ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും പോലെയുള്ള ബിംബങ്ങളെ ആരാധിക്കാൻ അവർ പറഞ്ഞിരുന്നത് എന്ന് ആ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത്രയും ക്രൂരമായി ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു തിരിച്ചു പറയുന്ന ഒരു വാക്യം, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. എന്താണ്? അല്ലാഹുവേ, നീ ഒരുവനാണ്, നിന്നിൽ പങ്കു ചേർക്കാൻ ആരുമില്ല, നിന്നിലേക്ക് പങ്കു ചേർക്കാൻ ലാച്ച ആരുമല്ല, ഹുസ്സ ആരുമല്ല, മനാച്ച ആരുമല്ല എന്ന കൃത്യമായ മനസ്സിലുറച്ച വർത്തമാനം. അതായിരുന്നു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം എന്ന് പറയുന്നത്. അത്രയും ക്രൂരമായി മർദ്ദിക്കാൻ. അങ്ങനെ ഓരോ സഹാബിമാരുടെ ചരിത്രങ്ങൾ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുക. മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ചരിത്രവും വളരെ ക്രൂരമായാണ് അദ്ദേഹത്തെ മർദ്ദിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മേൽ ആ ക്രൂരന്മാർ അമ്മാറിനെ കൂട്ടമായി ആക്രമിക്കുകയാണ്. വരണ്ട് കയറിയ മുറിവുകളോടുകൂടി അദ്ദേഹത്തെ പൊള്ളുന്ന മണലിൽ കിടച്ചാൽ, എന്നിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ മുക്കുകയാണ് അവർ.
ആ വെയിലിന്റെ പ്രത്യേകത പറയുന്നുണ്ട്. പച്ചയിറച്ചി എങ്ങാനും ആ വെയിലത്ത് വെച്ചു പോയാൽ അത് വേവുമാർ അത്രമാത്രം ചൂടുള്ള ആ മണലിൽ അദ്ദേഹത്തെ കിടത്തി, അദ്ദേഹത്തിന് ക്രൂരമായ മുറിവുകൾ വരുത്തി, അദ്ദേഹത്തെ അനന്തരം അദ്ദേഹത്തെ വെള്ളത്തിൽ മുക്കാൻ. നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ മേത്ത് ഒരു മുറിവുണ്ടായി, ആ മുറിവ്, ആ രക്തം ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ ക്രൂരമായി വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയെടുക്കുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും? നമുക്കൊക്കെ ആലോചിക്കുന്നതിനും അപ്പുറത്താണ്. അങ്ങനെ ക്രൂരമായി അമ്മാർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനെ അവർ മർദ്ദിക്കാൻ. ഇങ്ങനെ മർദ്ദിച്ചപ്പോൾ ആ ക്രൂരതയുടെ ആ അങ്ങേയറ്റം അനുഭവിച്ചുകൊണ്ട് ആ മനുഷ്യൻ ബോധം കെട്ടു പോവാൻ. അമ്മാർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ബോധം കെട്ടുവിടാൻ. ഈ ബോധം കെട്ടുപോയ സമയത്ത് അദ്ദേഹത്തോട് അവരുടെ യജമാനന്മാർ അവരുടെ ദേവന്മാരെ വാഴ്ത്തിക്കൊണ്ട് പറയാൻ വേണ്ടി ചില വാക്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ബോധക്ഷയത്തിൽ അദ്ദേഹം അത് അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്. അർദ്ധബോധാവസ്ഥയിൽ അഥവാ അദ്ദേഹം അത് ഏറ്റു പറഞ്ഞു എന്ന അദ്ദേഹത്തിന് സ്വബോധം കിട്ടിയപ്പോൾ അദ്ദേഹം താൻ പറഞ്ഞത് അബദ്ധമാണെന്ന് മനസ്സിലാക്കുകയും ഈ അവസ്ഥയിൽ തിരുമേനിയെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു എന്നുള്ളതാണ്. ആലോചിച്ചു നോക്ക്, സ്വഹാബാക്കൾ അനുഭവിച്ച പീഡനങ്ങൾ എത്രമാത്രമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സുമയ്യ റളിയല്ലാഹു അൻഹ അവരനുഭവിച്ച ക്രൂരതകൾക്കും പീഡനങ്ങൾക്കും നമ്മുടെ മനസ്സ് പടക്കാതെ, ഹൃദയം മുങ്ങാതെ, നമ്മുടെ കണ്ണുകൾ നിറയാതെ എങ്ങനെയാണ് സ്വഹാബാക്കളുടെ ചരിത്രങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ തീരുക? സുമയ്യ റളിയല്ലാഹു അൻഹയുടെ അടിവയറ്റിലേക്ക് നിഷ്ഠൂരമായി അവർ ഇരുമ്പ് ദണ്ഡുകൾ കയറ്റുമ്പോൾ, ക്രൂരമായി മർദ്ദിക്കുമ്പോൾ, അവരൊരിക്കലും അതുകൊണ്ട് മരണത്തിന്റെ വെപ്രാളം ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹയെ പണയം വെക്കാൻ സുമയ്യ റളിയല്ലാഹു അൻഹ തയ്യാറായിരുന്നില്ല. അമ്മാർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു തയ്യാറായിരുന്നില്ല. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഒരിക്കലും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അതാണ് സ്വഹാബാക്കളുടെ ജീവിത ചരിത്രം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കേണ്ടത്. അത്ര നിഷ്ഠൂരമായി, ക്രൂരമായി ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്ന സ്വഹാബാക്കൾ. ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ മേൽമുണ്ട് വീണു പോകുമ്പോൾ ശരീരത്തിൽ ക്രൂരമായി മർദ്ദനങ്ങൾ ഏറ്റതിന്റെ പാടുകൾ കാണാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതിക്രൂരമായി, നിഷ്ഠൂരമായി ചുട്ടുപൊഴുപ്പിച്ച കമ്പികൾ കൊണ്ട് അദ്ദേഹത്തെ മർദ്ദിച്ചതിന്റെ പാടുകൾ അദ്ദേഹത്തിന്റെ മേൽമുണ്ട് വീണപ്പോ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാ. അത്ഭുതത്തോടുകൂടി, വിഷമത്തോടുകൂടി, നിസ്സഹായ അവസ്ഥയോടുകൂടി കണ്ടു നിൽക്കുന്ന സ്വഹാബാക്കൾ നമ്മൾ ആലോചിച്ചു നോക്കുക, നമ്മൾ ചിന്തിച്ചു നോക്കുക. അത്രമാത്രം തൗഹീദിന് വേണ്ടി നിലകൊണ്ടവർ. അതായിരുന്നു സ്വഹാബാക്കളുടെ ജീവിതം എന്ന് പറയുന്നത്. ഇങ്ങനെ മർദ്ദനങ്ങൾ ഇങ്ങനെ കൂടാൻ യാതൊരു നിലക്കൊരു കുറവും വരുന്നില്ല. ഇസ്ലാം സ്വീകരിച്ചവരാരുണ്ടോ അവരെ എങ്ങനെല്ലാം നിഷ്ഠൂരമായി വധിക്കാൻ, നിഷ്ഠൂരമായി പീഡിപ്പിക്കാൻ, ഇഞ്ചിഞ്ചായി എത്രത്തോളം അവരെ വേദനിപ്പിക്കാൻ കഴിയോ ആ രൂപത്തിലെല്ലാം അവരെ വേദനിപ്പിക്കാൻ എല്ലാവിധത്തിലുമുള്ള പദ്ധതികൾ തയ്യാറാക്കുന്ന മക്കയിലെ മുശ്രിക്കീങ്ങൾ അത്രമാത്രം അവരെ പ്രയാസപ്പെടുത്തുക. മർദ്ദനങ്ങൾ ഇങ്ങനെ കൂടിപ്പോരാൻ ഇതിങ്ങനെ കൂടി വന്നപ്പോ അസഹനീയമായപ്പോ അബശീനയിലേക്ക് യാത്ര പോകുന്നുണ്ട്. അബശീനയിലേക്ക് പോയപ്പോൾ നടന്നത് എന്താണ്? അതിന്റെ അനന്തരഫലം എന്താണ്? അവിടെയും നിർഭയത്വം ലഭിക്കുന്നില്ല, അവിടെയും രക്ഷയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം ഹിജ്റ പോകുന്നുണ്ട്. ആ ഹിജ്റയുടെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കുക. അത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ള വലിയ പാഠങ്ങളുണ്ട് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും എല്ലാം ഹിജ്റ പോകുന്ന രംഗം. ആ ഹിജ്റ പോകുന്ന സമയത്ത് തൻ്റെ സമ്പത്ത്, തൻ്റെ നാട്, തൻ്റെ വീട് എല്ലാം വിട്ടുകൊണ്ടാണ് ഹിജ്റ പോകുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി, ഹിജ്റ പോകുക എന്ന് പറയുമ്പോൾ നമ്മളൊരു ടൂർ പോകുന്ന പോലെയല്ല, നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വീട് മാറുന്നത് പോലെയല്ല. ഇന്നലെ വരെ എന്ത് കഷ്ടപ്പെട്ടോ, എത്ര തന്നെ തൻ്റെ വിയർപ്പൊഴുക്കി താൻ ഉണ്ടാക്കിയ തൻ്റെ സമ്പാദ്യം, നമുക്ക് നമ്മുടെ വീടെന്ന് പറയുമ്പോൾ ഉള്ളൊരു വികാരം ഉണ്ടല്ലോ. നമ്മുടെ വീട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പ്രത്യേകതര വികാരമുണ്ട്, ഒരു വല്ലാത്ത അറ്റാച്ച്മെന്റ് ഉണ്ട്, വല്ലാത്തൊരു അടുപ്പം നമ്മുടെ വീടുമായുണ്ട്, നമ്മുടെ കുടുംബമായുണ്ട്, നമ്മുടെ നാടുമായുണ്ട്. നമ്മുടെ നാടിനോട് നമുക്ക് വല്ലാത്തൊരു സ്നേഹമുണ്ട്. ആ നാട്ടിൽ നിന്ന്, ആ വീട്ടിൽ നിന്ന് കടന്നു പോകേണ്ട ഒരു സാഹചര്യം മർദ്ദനങ്ങൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട്, ബുദ്ധിമുട്ടുകൾ കൊണ്ട് ആ നാട്ടിൽ നിന്ന് ദീനിനു വേണ്ടി വീട് പണയം വെച്ച്, വീട് വേണ്ട നോക്കാൻ, നാട് വേണ്ട നോക്കാൻ, എന്തിനേറെ ഹിജ്റ പോകുന്ന സമയത്ത് ചില സഹാബാക്കളെ തടഞ്ഞു നിർത്തി എന്നുള്ളതാണ്. തടഞ്ഞു നിർത്തിയിട്ട് പറയാൻ, നീ ഇവിടെ നിന്നുണ്ടാക്കിയ സമ്പത്ത് തിരികെ നൽകിയാൽ, നിന്റെ മുഴുവൻ സമ്പത്തും ഞങ്ങൾക്കിടയിൽ അടിയറവ് വെച്ചാൽ നിനക്ക് ഇവിടെ നിന്ന് ഹിജ്റ പോകാൻ സമ്മതിക്കാം. നമ്മൾ ആലോചിച്ചു നോക്കി, ഇത്രയും കാലം ജീവിതത്തിൽ ഉണ്ടാക്കിയ മുഴുവൻ സമ്പത്തും
അവർക്കിടയിൽ പണയം വെച്ച് അവർക്കിടയിൽ കൊടുത്ത് അതല്ല വലുത്, മറിച്ച് ദീനാണ് വലുതെന്ന് പറഞ്ഞു അവിടെ നിന്ന് കടന്നു പോകുന്ന സ്വഹാബാക്കളുടെ ചരിത്രമുണ്ട്. ഒരു വശത്ത് നമ്മളാണ് അവിടെയെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ്. നമ്മളാണ് ആ പക്ഷത്തെങ്കിൽ അവരുടെ സ്ഥാനത്ത് നമ്മളാണ് എങ്കിൽ നമ്മൾ സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ്. റബ്ബിന്റെ ദീന് എവിടെയെല്ലാം പണയം വെക്കാൻ അവസരം ലഭിക്കോ അവിടെയെല്ലാം നമ്മൾ പണയം വെക്കും. എവിടെയെല്ലാം ലഘൂകരിക്കാൻ നമുക്ക് അവസരം ലഭിക്കോ അവിടെയെല്ലാം ലഘൂകരിക്കാനുള്ള എളുപ്പവഴികൾ നോക്കും. നമ്മൾ ആലോചിച്ച് നോക്ക്, വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാം. സക്കാത്തിന്റെ വിഷയം നമ്മൾ എടുക്കുക. സക്കാത്ത് എടുക്കുമ്പോൾ നമ്മൾ തേടുന്ന നമ്മുടെ സംശയങ്ങൾ എന്താണ്, നമ്മൾ ആലോചിക്കുന്ന സംശയങ്ങൾ എന്താണ്? ആ സക്കാത്ത് എങ്ങനെ കൊടുക്കാതിരിക്കാം എന്നുള്ളതാണ്. ആ സക്കാത്ത് എങ്ങനെ ആ സക്കാത്തിന്റെ നിസാബിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇതാണ് നമ്മുടെ മനസ്സിലുള്ളത്. നമ്മുടെ സമ്പത്തിനെ എങ്ങനെ സേഫാക്കാം, അതിൽ നിന്ന് ഒരു അടിമണി തൂക്കം അപ്പുറത്തേക്ക് പോകാതെ, സക്കാത്തിലേക്ക് പോകാതെ, ദാനധർമ്മത്തിലേക്ക് പോകാതെ അതിന് കൃത്യമായി എൻ്റെ പക്കൽ എങ്ങനെ നിലനിർത്താം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. എന്നാൽ സ്വഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുഴുവൻ സമ്പത്തും നൽകി എന്നെ പോകാൻ അനുവദിക്കൂ എന്ന് പറയുന്ന സ്വഹാബാക്കളുടെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള. അങ്ങനെ തൻ്റെ സമ്പത്തും വീടും എല്ലാം ഇവിടെ ഒഴിവാക്കി പോകാൻ ആ പോകുന്ന സ്വഹാബാക്കളുടെ കുടുംബത്തോട് പോലും ചെയ്ത അതിക്രൂരമായ പല പ്രവർത്തനങ്ങളും ചരിത്രത്തിൽ നമ്മൾ വായിച്ചെടുക്കാൻ കഴിയും. അത്രമാത്രം ക്രൂരവും നിഷ്ഠൂരവുമായി മുസ്ലിങ്ങൾക്ക് സഹിക്കവയ്യാതെ അവര് മദീനയിലേക്ക്, യസ്രിബിലേക്ക് ഹിജ്റ പോകാൻ. ആ ഹിജ്റ പോകുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളെയും സ്വീകരിക്കാൻ മദീനയിലെ അൻസാറുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അൻസാറുകൾ അവരെ സ്വീകരിച്ചതിൻ്റെ കഥകൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. എത്രമാത്രം സ്നേഹത്തോടെ, എത്രമാത്രം കരുതലോടെ, എത്രമാത്രം ചേർത്ത് നിർത്തലിന്റെ പാഠമാണ് അൻസാറുകളും മുഹാജിറുകളും നമുക്ക് നൽകുന്നത്. തന്റെ നാട്ടിലേക്ക് കടന്നു വന്ന മുസ്ലിങ്ങൾക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അവരുടെ അനുയായികൾക്കും എല്ലാവിധത്തിലുമുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകാൻ, തന്റെ വീട് ആ വീടിനെ പാതിയാക്കാൻ, ഒരു റൂമാണല്ലെങ്കിൽ ആ റൂമിനെ പകുതിയാക്കി നൽകാൻ. നമ്മൾ ആലോചിച്ചു നോക്കുക, അന്നത്തെ വീടെന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന, നമ്മൾ സുഖിച്ചുറങ്ങുന്ന, നമ്മൾ സ്വപ്നം കാണുന്ന നമ്മുടെ മണിമാളികകളല്ല. അവരുടെ ടെന്റാണെങ്കിൽ ആ ടെന്റിനെ, ഒരു മുറിയാണെങ്കിൽ ആ മുറിയെ, ഹുജ്റത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതുപോലെ ഒരറയാണെങ്കിൽ ആ അറയെ പകുതിയാക്കി നൽകി അത് തന്റെ മുഹാജിറായ തന്റെ സഹോദരന് പകുതി നൽകുന്ന അൻസാറുകൾ. തന്റെ വീട് മാത്രമല്ല, തന്റെ സമ്പത്തിനെ അങ്ങനെ പകുത്തു നൽകുന്നവർ. അങ്ങനെ അവർക്ക് വേണ്ടത് എന്തെല്ലാം ഉണ്ടോ അതിനെ നൽകാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ച അൻസാറുകൾ. ചേർത്ത് നിർത്തലിന്റെ സാഹോദര്യത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് നൽകിയ സാഹോദര്യത്തിന്റെ പാഠങ്ങളെ ഹൃദയത്തോട് ചേർക്കുകയും ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്ത അൻസാറുകളുടെയും മുഹാജിറുകളുടെയും ആ ചരിത്രം ഉണ്ടല്ലോ, നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം. ആ സ്നേഹത്തോടെ, ആ കരുതലോടെ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ, വിശ്വാസികൾ പരസ്പരം സ്നേഹത്തോടു കൂടി കഴിയാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. അങ്ങനെ ഭൂരിഭാഗം മുസ്ലിങ്ങൾ മദീനയിലെത്താൻ, ഇതിങ്ങനെ മുസ്ലിങ്ങൾ ഇങ്ങനെ മദീനയിലേക്ക് ഇങ്ങനെ എത്തി മദീനയിൽ ഇങ്ങനെ അഭയം പ്രാപിക്കുമ്പോൾ, മുസ്ലിങ്ങളുടെ വളർച്ച ഇങ്ങനെ കാണുമ്പോൾ ഇതപ്പുറത്ത് നിന്ന് അബൂജഹലിന് വലിയ രസമൊന്നും പിടിക്കുന്നില്ല. ഇത് കണ്ട് അബൂജഹലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അരിശം തീർന്നില്ല. അദ്ദേഹം മുസ്ലിങ്ങളുടെ സമ്പത്ത് ഉപയോഗിച്ച് കച്ചവടം നടത്തി ആ ലാഭം കൊണ്ട് യുദ്ധം നടത്താൻ പ്ലാൻ ചെയ്യാൻ. അങ്ങനെ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ കച്ചവട സംഘം തിരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പടയൊരുക്കത്തെക്കുറിച്ച് കൃത്യമായി അറിയാൻ. അവരുടെ പടയൊരുക്കത്തെക്കുറിച്ച് അറിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രതിരോധം തീർക്കാൻ തീരുമാനിക്കാൻ, അവരെ തടയണം. അവരെ തടഞ്ഞിട്ടില്ല എങ്കിൽ ആ സമ്പത്ത് കൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ വലിയ വലിയ അക്രമങ്ങൾ അവരെ അരിച്ചുവിടും. വലിയ വലിയ പ്രയാസങ്ങൾ, വലിയ വലിയ പ്രതിസന്ധികൾ അവർ സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തടുക്കാൻ തീരുമാനിക്കാൻ, യുദ്ധം ചെയ്യാനല്ല, അവർക്കിടയിൽ പ്രതിരോധം തീർക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തടുക്കാൻ വേണ്ടി, അവർക്കിടയിൽ പ്രതിരോധം തീർക്കാൻ വേണ്ടി പുറപ്പെടാൻ ഏകദേശം 150-ൽ പരം കിലോമീറ്ററുകൾ ദൂരം 2 കുതിരകളും 7 ഒട്ടകങ്ങളും ഏകദേശം 300-ൽ പരം ആളുകളുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടാൻ. ആ യാത്ര തന്നെ വിശദീകരിക്കുന്നുണ്ട് എത്രമാത്രം സന്നാഹങ്ങളോട് കൂടിയ മുസ്ലിങ്ങൾ പുറപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ.
ആകെ ഉണ്ടായിരുന്ന കുതിരപ്പുറത്ത് പ്രവാചകരും സഹാബത്തുകളും ഇങ്ങനെ മാറി മാറി കയറി നടക്കുകയായിരുന്നു എന്നാണ്. കുറച്ചു നേരം നടക്കും, തളരുമ്പോൾ കുതിരപ്പുറത്ത് കയറും, പിന്നെ ഇങ്ങനെ മാറി നടക്കും. അങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തുമായുള്ള സ്നേഹബന്ധം എന്ന് പറയുന്നത്. അങ്ങനെ അവർ ബദറിലേക്ക് യാത്ര തിരിക്കുകയാണ്. അബൂ സുഫിയാൻ ഈ സംഭവം മണത്തറിയുന്നുണ്ട്. തങ്ങളുടെ ഈ കച്ചവട സംഘത്തിനെതിരെ പ്രതിരോധം തീർക്കാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതോടൊപ്പം തന്നെ പ്രവാചകന്റെ അനുയായികളും വരുന്നുണ്ട് എന്നുള്ള സംഭവം അബൂ സുഫിയാൻ മണച്ചറിയാൻ. അബൂ സുഫിയാൻ വേഗം ഈ വിഷയത്തെ അബൂജഹലിനെ അറിയിക്കുന്നുണ്ട്. അബൂജഹലാകട്ടെ പരിപൂർണമായ സായുധ സജ്ജാരമായി അദ്ദേഹം പുറപ്പെടാൻ. കാരണം അബൂജഹൽ ഇതെല്ലാം കണ്ട് കാത്തിരിക്കാൻ, മുസ്ലിങ്ങളോടുള്ള അരിശം ഇങ്ങനെ മൂത്തിരിക്കുന്ന മനുഷ്യൻ, അദ്ദേഹം എല്ലാ രൂപത്തിലുമുള്ള സജ്ജീകരണങ്ങളുമായി പുറപ്പെടാൻ. ഏകദേശം 1500-ൽ പരം ആളുകൾ, 100 കുതിരകൾ, 700ഓളം വരുന്ന ഒട്ടകങ്ങൾ, ഇവയൊക്കെയായി അദ്ദേഹം പുറപ്പെടുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ വിളിച്ച് അഭിപ്രായങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു എല്ലാം തൃപ്തികരമായ മറുപടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ നൽകാൻ. മുഹാജിറുകളുടെ മിഖ്ദാദ് ഇബ്നു അസ്വദ് അങ്ങയോട് അദ്ദേഹത്തോട് അതുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോൾ അദ്ദേഹം നൽകുന്ന മറുപടിയുണ്ട്. അങ്ങയോട് അല്ലാഹു കൽപ്പിച്ചത് എന്താണോ അത് താങ്കൾ പ്രവർത്തിച്ചു കൊള്ളുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുഹാജിറുകളുടെ മറുപടിയാണ്, അങ്ങയോട് അല്ലാഹു കൽപ്പിച്ചത് എന്താണോ അത് താങ്കൾ പ്രവർത്തിച്ചു കൊള്ളുക. ഒരിക്കലുമുണ്ടല്ലോ ബനൂ ഇസ്രായേലർ തന്റെ റബ്ബിനോട് പറഞ്ഞ വർത്തമാനം പ്രവാചകരെ ഞങ്ങൾ അങ്ങയോട് പറയുകയില്ല. ഇദ്ഹബ് അൻത വറബ്ബുക. എന്താ ഇസ്രായേലർ പറഞ്ഞത്? നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുക. ആ വർത്തമാനം ഒരിക്കലും പ്രവാചകരെ ഞങ്ങൾ അങ്ങയോട് പറയുകയില്ല. റബ്ബ് എന്താണോ താങ്കളോട് പറഞ്ഞത് അത് താങ്കൾ ചെയ്തു കൊള്ളുക, ഞങ്ങളൊപ്പം ഉണ്ടാകുമെന്ന് മുഹാജിറുകളുടെ തീരുമാനം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു വാക്ക് കൂടി കൂട്ടിച്ചേർത്തു, അങ്ങ് ഞങ്ങളെ ബർക്കുൽ ഇമാദിലേക്ക് വിളിച്ചാലും ഞങ്ങളുണ്ട് പ്രവാചകരെ അങ്ങയുടെ കൂടെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളുടെ അഭിപ്രായം പ്രവാചകൻ അറിയേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നുണ്ട്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറയുന്നുണ്ട്, പ്രവാചകരെ ഞങ്ങൾ അങ്ങയിൽ വിശ്വസിച്ചവരാണ്, അങ്ങ് കൊണ്ടുവന്നതിൽ സത്യപ്പെടുത്തുകയും ചെയ്തവരാണ്, അങ്ങേക്ക് പ്രതിജ്ഞ തന്നവരുമാണ്. ഈ സമുദ്രത്തിലേക്ക് താങ്കൾ ഞങ്ങളോട് ഇറങ്ങാൻ പറഞ്ഞാലും പ്രവാചകരെ ഞങ്ങൾ തയ്യാറാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറുപടി നൽകുന്ന അൻസാറുകളുടെ ചരിത്രം. അങ്ങനെ അബൂ സുഫിയാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പടയൊരുക്കത്തെ കുറിച്ചറിഞ്ഞ്, പ്രവാചകന്റെയും മുസ്ലിങ്ങളുടെയും ഈ പ്രതിരോധത്തെ കുറിച്ചറിഞ്ഞ് മറ്റൊരു വഴിയിലൂടെ അദ്ദേഹം കടന്നു കളയാൻ. ഇത് അബൂ സുഫിയാൻ ആരെ അറിയിക്കുന്നുണ്ട്? അബൂജഹലിനെ അറിയിക്കുന്നുണ്ട്. പക്ഷേ അബൂജഹൽ അതിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറായിട്ടില്ല. ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, മുസ്ലിങ്ങളുടെ പ്രതിരോധത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ മറ്റൊരു വഴിയിലൂടെ മക്കയിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ അബൂജഹൽ ഈ വിഷയം അറിഞ്ഞപ്പോഴും അബൂജഹൽ അതിൽ നിന്ന് പിന്മാറിയില്ല എന്നുള്ളതാണ്. ഇനി അബൂജഹലാണ് യുദ്ധത്തിന്റെ മുന്നിലുള്ളത്. പ്രാർത്ഥനകളുമായി, പിടക്കുന്ന ഹൃദയങ്ങളുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽമുണ്ട് വീഴുന്നത് പോലും അറിയാതെ അത്രമാത്രം മുസ്ലിങ്ങൾ ഇങ്ങനെ ഇതിനെ നോക്കിക്കാണുന്ന ഒരു രംഗം. അവരെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്തുള്ളത് മുശ്രിക്കീങ്ങളാണെങ്കിലും തൻ്റെ കുടുംബത്തിൽപ്പെട്ടവരുണ്ട്, തൻ്റെ മക്കളുണ്ട്, തൻ്റെ വേണ്ടപ്പെട്ടവരുണ്ട് അപ്പുറത്ത്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ ശത്രുപാളയത്തിലുണ്ട്. മഹാനായ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവും സഹോദരനും ശത്രുപക്ഷത്തുണ്ട്. തന്നെ വധിക്കാൻ, മുസ്ലിങ്ങളെ ഇല്ലാതെയാക്കാൻ തൻ്റെ മകനാണെങ്കിലും തൻ്റെ പിതാവാണെങ്കിലും സഹോദരങ്ങളും തൻ്റെ ശത്രുപക്ഷത്ത് പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ അവിടെ ആ ബന്ധങ്ങളെക്കാളെല്ലാമേറെ ആദർശബന്ധത്തിന് അവർ പ്രാധാന്യം നൽകി എന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതോടൊപ്പം തന്നെ സഹാബാക്കളും നിർബന്ധിതാവസ്ഥയിൽ പ്രതിരോധം തീർക്കാൻ വേണ്ടി, യുദ്ധത്തിനു വേണ്ടി ഇറങ്ങേണ്ടി വരികയാണ്. പിറ്റേ ദിവസം ബദർ നടക്കുക, റബ്ബിന്റെ വാഗ്ദാനം സത്യമായി പുലരാൻ, 14 പേർ ഷഹീദാവാൻ, 70 പേർ ശത്രുപക്ഷത്തും വധിക്കപ്പെടാൻ
അബൂജഹലും ഉഖബത്തും ഷൈബത്തുമെല്ലാം കൊല്ലപ്പെടാൻ അള്ളാഹുവിൻ്റെ സഹായം പ്രതീക്ഷിക്കാത്ത വിധം അവർക്ക് ലഭിക്കാൻ. അതായിരുന്നു ബദർ എന്ന് പറയുന്നത്. സുദീർഘമായ ചരിത്രമാണ് ബദർ എന്ന് പറയുന്നത്. നമ്മളത് കൃത്യമായി പഠിക്കുക, അതിൽ നിന്ന് ആശയത്തെ നമ്മൾ ഉൾക്കൊള്ളുക. അത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ വഇബാദല്ലാഹ്. ലോകനിയന്താവായ അല്ലാഹുവിനെ ഓർത്ത് ജീവിതത്തെ ധന്യമാക്കണമേ എന്ന ആദ്യമായി സ്വതത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. നമ്മുടെ രഹസ്യ പരസ്യ ജീവിതങ്ങളെ നാഹതനെ ഓർത്തുകൊണ്ട് കൃത്യമായി സൂക്ഷ്മതയിൽ നയിക്കണമേ എന്ന് എല്ലാവരെയും ഉണർത്തുമ്പോൾ അത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബദറിലേക്ക് വരുന്ന സമയത്ത് അബൂജഹൽ നടത്തുന്ന പ്രാർത്ഥനയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന പ്രാർത്ഥനയും നമുക്ക് കാണാൻ കഴിയും. ആ പ്രാർത്ഥനയിലെ വ്യത്യാസം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. അള്ളാഹുവോട് മാത്രം എന്നുള്ള ആ മാത്രം എന്നുണ്ടല്ലോ, അള്ളാഹുവിനോട് മാത്രം നമ്മൾ ആരാധിക്കാം, അള്ളാഹുവിനോട് മാത്രം നമ്മൾ പ്രാർത്ഥിക്കാം, അള്ളാഹുവിനോട് മാത്രം നമ്മൾ സഹായം തേടുക, അള്ളാഹുവിലേക്ക് മാത്രം നമ്മൾ നമ്മുടെ നേർച്ച വഴിപാടുകൾ നടച്ച ആ മാത്രം എന്ന വിഷയത്തിലാണ് അവിടെ പ്രാർത്ഥനയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഈ ആദർശങ്ങൾ തമ്മിലാണ് യഥാർത്ഥത്തിൽ ബദറിൽ പോരാടുന്നത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന വിഷയത്തിൽ, അള്ളാഹുവിനോട് മാത്രം സഹായം തേടണം എന്നുള്ള വിഷയത്തിൽ, അള്ളാഹുവിനോട് മാത്രം തൻ്റെ വഴിപാടുകൾ അർപ്പിക്കണം എന്നുള്ള വിഷയത്തിൽ, നേർച്ച വഴിപാടുകൾ റബ്ബിലേക്ക് മാത്രമേ അർപ്പിക്കാവൂ എന്ന വിഷയത്തിലാണ് മുസ്ലിം പക്ഷം നിലകൊള്ളുന്നത്. നേരെ ഇതിൻ്റെ വിപരീത പക്ഷത്താണ് ശത്രു സൈന്യം നിലകൊള്ളുന്നത്. ആ മാത്രം എന്നുള്ള വിഷയം അവരുടെ അഭിപ്രായത്തിൽ ലാത്തുകയും ഉസ്സയും അനാത്തുകയും എല്ലാം കൂട്ടിച്ചേർക്കാമെന്നുള്ളതാണ്. അവരെയെല്ലാം ഇടയാളന്മാരാക്കാമെന്നുള്ളതാണ്. ഈ രണ്ടുമായിരുന്നു അവർക്കിടയിലുള്ള വ്യത്യാസം. ഈ രണ്ട് ആദർശവും തമ്മിലായിരുന്നു ബദറിലെ യുദ്ധം എന്ന് പറയുന്നത്, ബദറിലെ പോരാട്ടം എന്ന് പറയുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ആയുധങ്ങളെക്കാൾ, വാളുകളെക്കാൾ, പ്രതിരോധത്തെക്കാൾ അവർക്ക് മൂർച്ച അവരുടെ നാവിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനാൽ. അതായിരുന്നു അവരുടെ മനക്കരുത്ത് എന്ന് പറയുന്നത്. എന്നാൽ ബദരീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ തള്ളിക്കളയേണ്ടവരല്ല നമ്മൾ, അവരെ സ്നേഹിക്കേണ്ടവരാണ് നമ്മൾ, അവരെ ഇഷ്ടപ്പെടേണ്ടവരാണ് നമ്മൾ, അവരിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടവരാണ് നമ്മൾ, അവരെ ആദരിക്കേണ്ടവരാണ് നമ്മൾ. അത് നമ്മുടെ കടമയാണ്. എന്നാൽ എങ്ങനെയാണ് ബദരീങ്ങളെ സ്നേഹിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പോലെ പ്രവാചകൻ പഠിപ്പിക്കാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത, ബദറിൽ പങ്കെടുത്ത സ്വഹാബാക്കൾക്ക് പോലും പരിചയവും പോലും ഇല്ലാത്ത രൂപത്തിലുള്ള ആഘോഷങ്ങളല്ല, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ആചാരങ്ങളല്ല ബദറിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബദറിന്റെ സുദിനം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാവേണ്ടത് ഓർമ്മപ്പെടുത്തലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ എങ്ങനെ ചേർത്ത് പിടിക്കണം എന്നുള്ളതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ ചില ആളുകളുണ്ട്, അവർ ബദർ അവരിലേക്ക് കടന്നു വരുമ്പോൾ അവർ ബദരീങ്ങളെ സ്നേഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് സംഭവിച്ച ചില അബദ്ധങ്ങളുണ്ട്. അവർ പറയുന്നത് എന്താണ്? നിങ്ങൾ ഇത് ആഘോഷിക്കാത്തതിന്റെ പേരിൽ, ഇത് ആചരിക്കാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് ബദരീങ്ങളോട് ഇഷ്ടമില്ല, നിങ്ങൾ ആണ്ട് കഴിക്കാറില്ല, നിങ്ങൾ ഭക്ഷണം വിതരണം ചെയ്യാറില്ല, അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, ബദർ മൗലീദുകൾ നിങ്ങൾ പാരായണം ചെയ്യുന്നില്ല. പക്ഷെ പ്രിയമുള്ളവരെ, നമ്മുടെ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുക. നുബുവത്ത് കിട്ടിയപ്പോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദർശമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോ അബൂജഹലിന്റെ ആളുകൾ പറഞ്ഞത്, ഞങ്ങൾക്കാണ് ഇബ്രാഹിമിനെ ഇഷ്ടം, കഅബകളിൽ ഇബ്രാഹിമിന്റെ വിഗ്രഹങ്ങളുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഗ്രഹങ്ങളുണ്ട് എന്നതായിരുന്നു അബൂജഹലിന്റെ മറുപടി എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ബദർ നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടത് തൗഹീദായിരിക്കണം. ബദർ നമ്മളിലേക്ക് നൽകേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ പാഠം എന്ന് പറയുന്നത്, ജീവിതത്തിൽ എത്ര തന്നെ കഷ്ടതകൾ വന്നാലും, പ്രയാസങ്ങൾ വന്നാലും, ക്രൂരമായ പീഡനങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നാലും, ഞാൻ ഉൾക്കൊണ്ട ഈ ആദർശത്തെ, ഈ പ്രപഞ്ച സൃഷ്ടാവിലേക്ക് നൽകിയ ഈ കരുത്തിനെ, ഈ ആദർശത്തെ, ഈ ആശയത്തെ പണയം വെക്കാൻ ഞാൻ തയ്യാറല്ല എന്നുള്ള
ആത്മവിശ്വാസമായിരിക്കണം, ആ മാനസിക കരുത്തായിരിക്കണം ബദറിൽ നിന്ന് നമ്മൾ നേടിയെടുക്കേണ്ട ആദർശം എന്ന് പറയുന്നത്, ആശയം എന്ന് പറയുന്നത്, സന്ദേശം എന്ന് പറയുന്നത്. ആ സന്ദേശത്തെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കേണ്ടത് എന്തെന്നറിയോ? ബദറിൽ നിന്ന് ഷഹീദായ ഓരോരുത്തരുടെയും ജീവിതമെടുത്ത് നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. ബദറിലും മുഹദിലും പങ്കെടുത്ത് ഷഹീദായി പോയ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ പഠിക്കണം പ്രിയമുള്ളവരെ. ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അത്തറിനെ കുറിച്ച് പറയുന്നുണ്ട്. കിലോമീറ്ററുകളോളം അദ്ദേഹത്തിന്റെ അത്തറിന്റെ സുഗന്ധം പരക്കാറുണ്ടായിരുന്നു എന്നുള്ളതാ. അത്രയും വില കൂടിയ സുഗന്ധം ഉപയോഗിച്ചിരുന്ന മനുഷ്യൻ, ഏറ്റവും നല്ല സുഖാലോൽപതയിൽ പണക്കാരനായി ജനിക്കപ്പെട്ട ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഉഹദിന്റെ രണാങ്കണത്തിൽ അദ്ദേഹം ഷഹീദാകുന്ന രംഗം ചരിത്രം വിശദീകരിക്കുന്നുണ്ടല്ലോ. ആ രംഗം നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സമ്പാദിച്ചു വെച്ച സമ്പാദ്യവും നമ്മൾ ഉൾക്കൊണ്ട ആദർശവും എല്ലാം നമ്മൾ പുനർവിചിന്തനം ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ സുഖലോലിപതയോടും കൂടി ജനിക്കപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത് ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായി അദ്ദേഹം കിടക്കാൻ, അദ്ദേഹത്തിന്റെ ശരീരം കഫൻ ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്ന ബാക്കി സഹാബാക്കൾ നോക്കുന്നുണ്ട്, മുസ്ലിങ്ങൾ നോക്കുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് കഫൻ ചെയ്യാനുള്ളത് ആകെയുള്ളത് ഒരു കഫൻ പുടവയാണ്, ഒരൊറ്റ തുണിയാണ്. ആ കഫൻ പുടവ കൊണ്ട് അദ്ദേഹത്തിന്റെ തലയിലേക്ക് മൂടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാല് മൂടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തല വെളിവാവൻ. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന വരുന്നുണ്ട്. ഉള്ള ചെറിയ കഷ്ണം തുണിയുണ്ടല്ലോ, ആ തുണി കൊണ്ട് ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവിന്റെ തലഭാഗം മൂടുക. അദ്ദേഹത്തിന്റെ തലയുടെ ഭാഗത്തേക്ക് ഉള്ള തുണി കഷ്ണം നിങ്ങൾ വലിച്ചിടുക. ആ ഭാഗം കൊണ്ട് അദ്ദേഹത്തിന്റെ തല മൂടുക. അദ്ദേഹത്തിന്റെ ബാക്കി വരുന്ന വെളിവാകുന്ന ആ കാലിന്റെ ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തേക്ക് പുല്ല് കൊണ്ട് അദ്ദേഹത്തെ കഫൻ ചെയ്യാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന വരുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ട ആശയം എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, അവരുടെ ആ ആദർശത്തിന് വേണ്ടി പണയം വെച്ചത് എത്രമാത്രം വലുതായിരുന്നു എന്നുള്ളതാണ്. ആദർശത്തിന്റെ മുമ്പിൽ അവർ സമ്പത്തിന് പ്രാധാന്യം നൽകിയില്ല. ഒരു കഫൻ പുടവ പോലും ബാക്കി വെക്കാനില്ലാതെയാണ് ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറയുന്നത്. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ കരളിന്റെ കഷ്ടമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞ രംഗം എങ്ങനെയാ? പ്രവാചകന്റെ പടയെങ്കിൽ ഒരു ജൂതന്റെ കയ്യിൽ പണയം വെച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുപ്പിൽ ആ അടുപ്പ് പുകയാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നു എന്ന, വിളക്ക് കത്തിക്കാനുണ്ടായിരുന്ന എണ്ണ കുടിച്ച് പ്രയാസമാക്കിയിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഹൃദയം പടക്കാതെ എങ്ങനെയാ നമുക്ക് വായിച്ചു തീർക്കാൻ കഴിയുക? ഈ ചരിത്രമൊന്നും ഉൾക്കൊള്ളാതെ എങ്ങനെയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട അനുജന്മാരെ നമ്മുടെ ജീവിതത്തെ നമുക്ക് തീർക്കാൻ കഴിയുക, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? എന്തിനേറെ മുസ്ലിമാണ് എന്ന് ആത്മാഭിമാനത്തോടുകൂടി നെഞ്ചിൽ കൈവച്ച് നമുക്ക് പറയാൻ കഴിയുക. ഈ ബദറിന്റെ സന്ദേശം, പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പകർന്നു നൽകിയ സന്ദേശം, ലാളിത്യത്തിന്റെ ദാരിദ്ര്യത്തിലാണെങ്കിലും തന്റെ സമ്പത്തിനെ ദീനിനു വേണ്ടി മാറ്റിവെച്ച സ്വഹാബാക്കളുടെയും പ്രവാചകന്റെയും ജീവിതത്തെ കുറിച്ച് പഠിക്കാതെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? അതുകൊണ്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്, കൃത്യമായി നമ്മൾ അറിയേണ്ടതുണ്ട് ഓരോ സ്വഹാബാക്കളുടെ ജീവിതത്തെ സംബന്ധിച്ച്. പലപ്പോഴും രോഗങ്ങളിൽ നിന്നെല്ലാം, പ്രയാസങ്ങളിൽ നിന്നെല്ലാം ബദരീങ്ങളെ വിളിച്ച് മാറ്റിത്തരണേ എന്ന് പറയുന്ന, ബദർമാല മൗലീദുകൾ പാരായണം ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സഹോദരിമാർ, അവരെ നാളെ റബ്ബിന്റെ മുമ്പിൽ റബ്ബ് കൊണ്ടുവരും. എന്നെയും നിങ്ങളെയും ഒരു പക്ഷത്ത് റബ്ബ് കൊണ്ടുവരും. നീ അറിഞ്ഞിട്ട് എന്തുകൊണ്ട് നീ അവർക്ക് പറഞ്ഞു കൊടുത്തില്ല എന്ന റബ്ബിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ എന്തു മറുപടിയാണ് എനിക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയുക? എന്തുത്തരമുണ്ട് നമ്മുടെ ജീവിതത്തിൽ അതിനോട് നമുക്ക് പറയാൻ? ഇഹലോകത്ത് മറ്റുള്ളവർക്ക് മുമ്പിൽ പിടിക്കപ്പെടുമ്പോ പല ന്യായങ്ങളും പറഞ്ഞു, പല അവധികളും പറഞ്ഞു, പല കള്ളത്തരങ്ങളും പറഞ്ഞു, പല കളവുകളും പറഞ്ഞു. എന്തിനേറെ അള്ളാന്റെ പേരിൽ സത്യം ചെയ്തവരെ കളവുകൾ പറയാൻ നമുക്ക് യാതൊരു പ്രയാസം ഉണ്ടാവില്ല. പക്ഷേ
റബ്ബിനെ നേരിൽ കാണുന്ന സമയത്ത് റബ്ബിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അടിപതറാതെ, കാല് പതറാതെ, ഹൃദയം പടക്കാതെ, നമ്മുടെ ചുണ്ടുകൾ പതറാതെ, നമുക്ക് വാക്കുകൾ ലഭിക്കാതെ എന്ത് മറുപടിയുണ്ട് അതിനോട് നമുക്ക് പറയാൻ? അതാ ഞാനത് പറഞ്ഞിട്ടില്ല എന്നല്ലാതെ, അവരെ ഓർമ്മപ്പെടുത്തിയിട്ടില്ല എന്ന് പറയാതെ മറ്റെന്താണ് നമുക്ക് അവരോട് പറയാനുള്ള മറുപടി? പ്രിയമുള്ളവരെ, ആലോചിക്കുക, ചിന്തിക്കുക. നമുക്ക് എന്ത് രോഗം വന്നാലും പ്രയാസം വന്നാലും ആ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ ആ ബദരീങ്ങളിൽപ്പെട്ട പലരും മരണപ്പെടുന്ന സമയത്ത് അവിടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, മുആദ് റളിയല്ലാഹു അൻഹു അവർ ഈ ലോകത്തോട് വിട പറയുന്നത് പ്ലാഗ് എന്നുള്ള രോഗം പിടിപെട്ട് പ്രയാസങ്ങൾ അനുഭവിച്ച് അവരുടെ രോഗം പോലും അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസത്തോടു കൂടിയാണ്. റബ്ബിന്റെ പരീക്ഷണത്തെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ആ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബാക്കൾ പോലും ഈ ലോകത്തോട് വിട പറഞ്ഞത്. അങ്ങനെയുള്ള ബദരീങ്ങളെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്, എന്റെ പ്രയാസത്തെ മാറ്റണം, എന്റെ രോഗത്തെ മാറ്റണം, എന്റെ ബുദ്ധിമുട്ടിനെ മാറ്റണം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര വലിയ അബദ്ധമാണ്, എത്ര വലിയ വഴികേടാണ്, എത്ര വലിയ അക്രമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ തെറ്റിദ്ധരിച്ചവരെ അവരെ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക്, ഈ തൗഹീദിലേക്ക്, ഈ ബദറിന്റെ സന്ദേശത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. അതേപോലെ നമ്മൾ മനസ്സിലാക്കുക, ഇന്ന് നമ്മുടെ പള്ളിയിൽ നടക്കുന്നത് പള്ളികളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട കവറുകൾ നിങ്ങൾക്ക് നൽകും. എനിക്ക് ആത്മാർത്ഥമായി നിങ്ങളോട് പറയാനുള്ളത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, ഓരോ പ്രവാചകന്മാരുടെ ചരിത്രവും നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ സമ്പത്തിന് അവർ പ്രാധാന്യം നൽകിയിട്ടില്ല. അവർ ദീനിനാണ് പ്രാധാന്യം നൽകിയത്. ദീനിനാണ് പ്രാധാന്യം നൽകിയത്. ദീനിന് പ്രാധാന്യം നൽകാം. സമ്പത്ത് റബ്ബിന്റെ മാർഗത്തിൽ നൽകുന്നതിൽ റബ്ബിന്റെ വജ്ഹ് മാത്രം നമ്മൾ ലക്ഷ്യമാക്കുക. മറ്റുള്ളവരെ കാണിക്കാനല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാനല്ല, ഞാൻ മാത്രം എങ്ങനെ അതിലൊന്നും ഇടാതിരിക്കുക എന്ന് ചിന്തിച്ചുകൊണ്ടല്ല ഇത് പറയുന്നത്. ഇവർ സംഭാവന നൽകാനല്ല, ജീവിതത്തിലാകമാനം റബ്ബ് നമുക്ക് നൽകിയ ഈ ജീവിതത്തിലാകമാനം റബ്ബിന്റെ ദീനിനു വേണ്ടി നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ സമയത്തെ, നമ്മുടെ ആരോഗ്യത്തെ എല്ലാം റബ്ബിന്റെ ദീനിനു വേണ്ടി സമർപ്പിച്ച സ്വഹാബാക്കളുടെ ജീവിതത്തെ മാതൃകയാക്കി, പ്രവാചകന്മാരുടെ ജീവിതത്തെ മാതൃകയാക്കി നമുക്ക് നൽകാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ആരും കാണാതെ, ആരും അറിയാതെ, ആരും നേരെ അറിഞ്ഞിട്ടില്ല എന്ന് നമ്മുടെ മനസ്സിൽ ഉത്തമമായ ബോധ്യമുള്ള ചില തെറ്റുകളെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാകും. ആ തെറ്റുകൾ ഈ പരിശുദ്ധ റമദാനിൽ നാഥനിലേക്ക് ആരുമില്ലാത്ത, ആരും അറിയാത്ത രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നാഥനിലേക്ക് കരങ്ങൾ ഉയർത്തുക. നനയുന്ന കണ്ണുകൾ കൊണ്ട് ഹൃദയത്തിൽ നിന്ന് നാഥനോട് നമ്മൾ ഏറ്റുപറയുക, അല്ലാ, ആരും അറിയാതെ, ആരുമില്ലാത്ത സമയത്ത്, ആരും കാണില്ല എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി അറിയാതെ ജീവിതത്തിൽ സംഭവിച്ചു പോയതാണ് നാഥ, പുറത്തു തരാൻ റബ്ബേ. ഇനി ഒരിക്കലും ജീവിതത്തിൽ എത്ര വലിയ അവസരങ്ങൾ ലഭിച്ചാലും ഞാനത് ചെയ്യുകയില്ല നാഥ എന്ന് റബ്ബിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അല്ലാഹുവേ, അവരുടെ ബുദ്ധിമുട്ടുകളെ, അവരുടെ പ്രയാസങ്ങളെ അതാ നീ ദൂരീകരിച്ചു കൊടുക്കണം റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഉമ്മമാർ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ സഹോദരിമാർ, ഞങ്ങളുടെ കൊച്ചനുജന്മാർ അതാ പല രൂപത്തിലുള്ള ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാൻ, രോഗങ്ങൾ അനുഭവിക്കുന്നവരാൻ, ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാൻ അതാ അവരുടെ രോഗങ്ങളെ പരിപൂർണമായി അതാ നിശിഫയാക്കി കൊടുക്കണം. അതാ എല്ലാ മേഖലകളിലും കൺകുളിർമകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രയാസങ്ങളും ഭീതിജനകമായി ഓരോന്നിനെയും നോക്കിക്കാണേണ്ടി വരുമ്പോൾ എന്തിനേറെ സ്വന്തം മക്കളെ വരെ നോക്കിക്കാണേണ്ടി വരുന്ന കാലഘട്ടത്തിൽ അതാ ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ അനുജന്മാരിൽ, ഞങ്ങളുടെ എല്ലാവരിലും അതാ ഞങ്ങൾ എവിടെയെല്ലാം ഇടപഴകുന്നുണ്ടോ അവിടെയെല്ലാം കൺകുളിർമയോടെ, ഈമാനോടെ അതിനെയെല്ലാം നോക്കിക്കാണാൻ അതാ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റബ്ബേ. ഞങ്ങളെ കൃത്യമായി നിന്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പ്രവേശിപ്പിക്കുന്ന നിന്റെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം. അതാ ഈ പരിശുദ്ധ റമദാനിനെ ഉപയോഗപ്പെടുത്തുന്ന നല്ല അല്ലാഹുവേ നീ ഇഷ്ടപ്പെടുന്ന ദാസന്മാരിൽ, ദാസിമാരിൽ അതാ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. അതാ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന്, ഖബറിന്റെ ഭയാനകതയിൽ നിന്ന്, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് അതാ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ യൗമിസ് സൂ, അല്ലാഹുമ്മ ഇന്നാ
നഊദു ബിക മിൻ യൗമി സൂ വമിൻ ലൈലത്തി സൂ വമിൻ സാഅത്തി സൂ വമിൻ സാഹിബി സൂ വമിൻ ജാരി സൂഇ ഫിദ്ദാർ. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجر وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.